വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB JEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ആർ ഓൾസോ കോൾഡ്. ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും പറയുന്ന വേറൊരു പേരെന്താണ്? എന്താണ് വേറൊരു പേര്? ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും പറയുന്ന വേറൊരു പേരെന്താണ്? നോബിൾ ഗ്യാസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത്. നോബിൾ ഗ്യാസ് വരുമോ? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പാണ് അല്ലെ? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 18ാമത് വരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ നോബിൾ ഗ്യാസ് അല്ല. പിന്നെ നമ്മൾ അലസവാതകങ്ങൾ എന്ന് പറയും അല്ലെ, ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും നോബിൾ ഗ്യാസിനെ. അപ്പൊ അതിനെയാണോ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത്? അല്ല. പിന്നെ അപ്പൊ ഏതിനെയാണ് നമ്മൾ പറയുന്നത്? നോർമൽ എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും പറയുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ഓപ്ഷൻ സി ആണ് പറയുന്നത്. നോട്ട് എ ബേസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതോ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതെന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതെന്താണ്? എഥനോൾ ആണ്. അപ്പൊ ഏതാണ് ബേസ് അല്ലാത്തത്? ഡി ആണ്. ഇതൊരു ആൽക്കഹോൾ ആണ്. When copper sulfate solution react with iron metal, copper metal is formed. Which of the following reactions is in this? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അയൺ എന്ന് പറയുന്നത് സോൾഡ് ആണ്. കോപ്പർ സൾഫേറ്റും കൂടി റിയാക്ട് ചെയ്യുന്നു. അയണും കോപ്പർ സൾഫേറ്റും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടുന്നു. അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടുന്നു. അതുപോലെ നമുക്ക് സിങ്ക്, ഇതാണ് എന്തെന്ന് പറയുന്നത്? സിങ്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അതുപോലെ നമുക്ക് സിങ്ക് സോളിഡ് പ്ലസ് കോപ്പർ സൾഫേറ്റിനെ നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിനൊക്കെ എന്ത് കിട്ടുന്നു? സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ കിട്ടുന്നു. ഇതെല്ലാം സിംഗിൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇതാണ്, എക്സാമ്പിൾസ് ആണ്. ലെഡ് കോപ്പർ ക്ലോറൈഡുമായി ചേരുമ്പോൾ എന്ത് കിട്ടുന്നു? ലെഡ് ക്ലോറൈഡ് പ്ലസ് കോപ്പർ കിട്ടുന്നു. ലെഡ് ക്ലോറൈഡ് പ്ലസ് കോപ്പർ കിട്ടുന്നു. ഇതെന്താണ്? ലെഡ് ക്ലോറൈഡ് ആണ്. ഇത് കോപ്പർ ക്ലോറൈഡ്. അപ്പൊ ഇവിടെ ആൻസർ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. Which is the only muscle in the human body that not attached at both the end? ഏതാണ്? ടങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ടങ്. ആർത്രൈറ്റിസ് ഈസ് എ ഡിസീസ് ദാറ്റ് എഫക്ട് ദ. ആർത്രൈറ്റിസ് എഫക്ട് ചെയ്യുന്നത് ഏതിനെ? ജോയിന്റിനെയാണ് ആർത്രൈറ്റിസ് അഫക്ട് ചെയ്യുന്നത്. Which of the following can be used for biological control of mosquitoes? മൊസ്കിറ്റോസിന്റെ ബയോളജിക്കൽ കൺട്രോളിന് ഉപയോഗിക്കുന്നതാണ് ഗാംബേഷ്യ എന്ന് പറയുന്നത് ആൻസർ. അടുത്തത്, വാട്ട് ഡിഡ് ആർക്കിമിഡീസ് ഡിറ്റർമൈൻ ആഫ്റ്റർ ഡിസ്കവറിംഗ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിള് Archimedes principle. What did Archimedes determine after discovering the Archimedes principle? Purity of gold in the king's crown ആണ്. Which of the following reactions is commonly used in the hydrogenation of vegetable oil using nickel catalyst?
എങ്ങനെയാണ്? Which of the following reactions is commonly used in the hydrogenation of vegetable oils using a nickel catalyst എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് നിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് അഡീഷൻ റിയാക്ഷനിലാണ് അല്ലെ? അഡീഷൻ റിയാക്ഷനിലാണ്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് ആഡ് hydrogen in the presence of catalyst such as palladium or nickel. Palladium ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺസാച്ചുറേറ്റഡിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആക്കി മാറ്റാനായിട്ട് പലേഡിയം അല്ലെങ്കിൽ നിക്കൽ കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഇത്? ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിലിനാണ് മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിലിനാണ്. അതുപോലെ നമുക്കിത് എങ്ങനെയാണ് എഴുതുന്നത്? സി ഡബിൾ ബോണ്ട് സി ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ നിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുന്നു. സാച്ചുറേറ്റഡ് ആയിട്ട് അൺസാച്ചുറേറ്റഡിനെ സാച്ചുറേറ്റഡ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ് ആണിത്. വെജിറ്റബിൾ ഓയിൽസ് ആർ ഹെൽത്തി ആണ്. അനിമൽ ഫാറ്റ്സ് ഒക്കെ എന്താണ്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അതിനകത്ത് പറയുമ്പോൾ ഹാർംഫുൾ ഫോർ ഹെൽത്ത് ആണ്. ഈ അൺസാച്ചുറേറ്റഡ് ഉള്ളത് ഫാറ്റി ആസിഡ് ഉള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആൽക്കഹോളിക് ഡ്രിങ്കിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ആൽക്കഹോളിക് ഡ്രിങ്കിൽ ഉപയോഗിക്കുന്നത് എഥനോൾ ആണ്. ആൽക്കഹോളിക് ഡ്രിങ്കിൽ എഥനോൾ ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ദ അറ്റോമിസിറ്റി ഓഫ് ഹീലിയം? ഹീലിയത്തിന്റെ അറ്റോമിസിറ്റി എത്രയാണ്? മോണോ അറ്റോമിക് ആണ് അല്ലെ? ഹൈഡ്രജൻ ഒക്കെ ഡയോ അറ്റോമിക് ആണ്. ഹീലിയം മോണോ അറ്റോമിക് ആണ്. അതുപോലെ ഫോസ്ഫറസ് P4, സൾഫർ പോളി അറ്റോമിക് S8 ആണ്. ഇത് ടെട്രാ അറ്റോമിക് ആണ്. ഫോസ്ഫറസ് എന്താണ്? ടെട്രാ അറ്റോമിക് ആണ്. ഹൈഡ്രജൻ ഡയോ അറ്റോമിക്. ഹീലിയം മോണോ അറ്റോമിക് ആണ്. സൾഫർ പോളി അറ്റോമിക് ആണ്. Which of the following is the time taken for one complete oscillation of a sound wave in the density of medium? ഏതാണ്? ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി ഈക്വൽ ടു 1/t ആണ്. സ്പീഡ് ഈക്വൽ ടു എന്താണ്? F into lambda ആണ്. സ്പീഡ് ഓഫ് സൗണ്ട്. second most abundant element in earth crust ആണ് എന്ന് പറയുന്നത് സിലിക്കൺ. second most abundant element in earth crust സിലിക്കൺ ആണ്. Repetition of sound produced by reflection of sound wave നെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്കോ എന്ന് പറയുന്നത്. If an object start moving and if there is no friction at all, what happen? എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. Which hormone regulate the amount of sugar in the human body? Human ബോഡിയിലുള്ള amount of sugar കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ. The study of relationship of animal with their environment is called ecology. കുറച്ച് ക്വസ്റ്റ്യൻസ് JEE പ്രീവിയസ് ആണ് നമ്മൾ നോക്കിയത്. ബാക്കി നമുക്ക് വേറെ സെക്ഷനിലൂടെ നോക്കാം.